രഘുവരൻ സാർ നിങ്ങളിൽ നിന്നും ഈ രോഗം മറച്ചുവെച്ച് ഇവിടെ വരാറുണ്ടായിരുന്നു ഇതിന്റെ ചികിത്സ നടത്താനായിട്ട്. ഇനി 3 മാസം കൂടിയേ ജീവിച്ചിരിക്കൂ എന്ന് ഞാൻ എൻ്റെ ലാസ്റ്റ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് 3 മാസം മുൻപുള്ളതാണ്. 3 മാസം മുൻപോ? ചേച്ചി, ചേച്ചി, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സൃഷ്ടി. പപ്പ എന്തിനാ എന്റെ വിവാഹകാര്യം ഓർത്ത് വേവലാതിപ്പെട്ടിരുന്നേന്ന്. എത്രയും പെട്ടെന്ന് എന്റെ വിവാഹകാര്യം നടക്കാനും പിന്നെ ഞാൻ നിന്നെയും വിവാഹത്തിന് സമ്മതിപ്പിക്കാനും എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ സഹായത്തോടെ നമ്മളെ 2 പേരെയും ഒരുമിച്ച് താമസിപ്പിച്ചിട്ട് പപ്പയ്ക്ക് നമ്മളെ വിട്ട് പോണമായിരുന്നു. അത് നമ്മൾ അറിയാതെ പോയി. എന്തുപറ്റി ചേച്ചി? എന്തിനാ കരയുന്നേ? പഴയ കാര്യങ്ങൾ ഓർക്കുവാണല്ലേ? പ്ലീസ് ചേച്ചി, മറക്കതെല്ലാം. ചേച്ചി നോക്ക്, സ്റ്റേഷനെത്തി. നമ്മൾ മുംബൈയിലാ. Come on ചേച്ചി, let's go. Finally, uncle, thank you. Excuse me. പോകാം ചേച്ചി. കുറച്ചു കാലം മുൻപ് ഞാൻ എത്രമാത്രം സന്തോഷവതിയായിരുന്നു. എൻ്റെ സ്വന്തം നാട്ടിൽ സന്തോഷകരമായൊരു വിവാഹ ജീവിതം തുടങ്ങാൻ പോവുകയായിരുന്നു. എന്നിട്ടിപ്പോഴോ എൻ്റെ അനിയത്തിയും കൊണ്ട് ഒട്ടും പരിചയമില്ലാത്തൊരു നഗരത്തിൽ വന്നു പെട്ടിരിക്കുകയാണ്. ഒന്നും അറിയില്ല. ജീവിതം ഇവിടെ നിന്ന് ഞങ്ങളെ എങ്ങോട്ട് കൊണ്ടെത്തിക്കുമെന്ന്. എന്തായിരിക്കും വിധി എഴുതി ചേർത്തിട്ടുണ്ടാവുക? സോറി പപ്പ, ഞാൻ പപ്പയെ മനസ്സിലാക്കാതെ പോയി. പ്ലീസ് എനിക്ക് മാപ്പ് തരണം. ഞങ്ങൾക്ക് പപ്പ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പപ്പ. ഞങ്ങൾക്ക് വേണ്ടി പപ്പ ജീവനോടെ ഉണ്ടായേ പറ്റൂ. ഞങ്ങളുടെ ചെറിയ ലോകത്ത് നിന്ന് പപ്പ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരും ഉണ്ടാവില്ല. അങ്ങനെയല്ല മോളെ, ഞാൻ പോയാലും നിങ്ങൾ 2 പേരും അനാഥരാകില്ല. ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയാതിരുന്നതാ. ഇന്നത് പറയാൻ പോവാ. സത്യം, വലിയൊരു സത്യം. നിങ്ങളുടെ അമ്മ ജീവനോടുണ്ട്. അതെ മോളെ, ഇത് സത്യമാ. നമ്മൾ 3 പേരെ കൂടാതെ നിങ്ങൾക്ക് വേറൊരു കുടുംബവും കൂടിയുണ്ട്. നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അച്ഛാമ്മ, പിന്നെ നിങ്ങളുടെ മൂത്ത ചേച്ചി. സൃഷ്ടി, എന്താ പപ്പ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാ ഇല്ല പപ്പ, ഞങ്ങളോട് അങ്ങനെയൊന്നും പറയല്ലേ. നീ ആ കുടുംബത്തിലേക്ക് പോകണം. പക്ഷെ പപ്പ, പപ്പ പറഞ്ഞത് അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയിന്നല്ലേ? അവര് നമ്മളെ ഓർത്തിട്ടുമില്ല, നമ്മളെ തിരക്കി വന്നിട്ടുമില്ലല്ലോ. ഇൻഫാക്ട് അവര് പപ്പയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അടിച്ചിറക്കി വിട്ടതല്ലേ? പിന്നെ എന്തിനാ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോണം? എന്നോട് ക്ഷമിക്കും മക്കളെ. ഞാൻ നിങ്ങളോട് ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ താണു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം കൂടി. എന്താ പപ്പ? ഞാൻ നിങ്ങളുടെ മൂത്ത ചേച്ചി പ്രിയയെ കണ്ടിരുന്നു കുറച്ചു നാള് മുമ്പ്. ആരാ ഇവരൊക്കെ? പ്രിയ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എൻ്റെ 2 പെൺമക്കളോടൊപ്പം ഇവിടെ താമസിക്കുന്നുണ്ടെന്ന്? അത് നിന്റെ അനുജത്തിമാരാ, നിങ്ങളുടെ മൂത്ത ചേച്ചി. അവൾ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. അവൾ ഇനി മുതൽ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. പപ്പയുടെ മോള് പപ്പയുടെ കൂടെ തന്നെയുണ്ട്. പപ്പയുടെ മുഴുവൻ കുടുംബമുണ്ട്. പപ്പയ്ക്ക് വേണമെങ്കിൽ ഇനി പപ്പയുടെ തെറ്റ് തിരുത്താം. അവൾ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം നൽകും.
ഹായ് മുംബൈ. ഈ കാലാവസ്ഥ പോലെ ഞങ്ങളുടെ ജീവിതവും മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുൻപ് തെളിഞ്ഞ ആകാശമായിരുന്നു. ഇപ്പോഴിതാ കാർമേഘങ്ങൾ മൂടിക്കെട്ടി മഴ പെയ്യുകയാണ്. പപ്പ തന്ന ആ അഡ്രസ് ഏതായിരുന്നു? മോളിത് സൂക്ഷിച്ചു വെക്കണം. ഇതിൽ ഞാൻ നിന്റെ അമ്മയുടെ അഡ്രസ് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇത് നന്നായിട്ടുണ്ട്. ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോ ഇതല്ല. ഐ എം സോറി. എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. സൃഷ്ടി, ഇല്ല മോളെ, ഇല്ല. ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. സത്യമായിട്ടും അത് നിങ്ങളുടെ അമ്മയാ, ഞാനാ. നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ അമ്മയിൽ നിന്ന് അകറ്റി കൊണ്ടുവന്നത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല നിങ്ങളെ ഇക്കാര്യം അറിയിക്കണമെന്ന്. പക്ഷെ ഇനി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് പോയേ മതിയാവും. അത് തന്നെയാ നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. വീട് നമുക്ക് വിൽക്കാം. വീട് വിറ്റ് കിട്ടുന്ന കാശ്, ആ കാശ് കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കും. പ്രീത, എനിക്ക് വാക്ക് തരണം. നീ നിന്റെ അമ്മയെ പോയി കാണുമെന്ന് വാക്കുതാ. എന്തെങ്കിലും പറ പപ്പ, എന്തെങ്കിലും പറ. ഓ നോ ചേച്ചി, നോട്ട് ദിസ് അഡ്രസ്. ഐ ഹോപ്പ് നമ്മൾ ഇവിടേക്കല്ല പോകുന്നതെന്ന്. ശരിയാ സൃഷ്ടി. പപ്പ നമുക്ക് ഈ അഡ്രസ്സും നമ്പറും തന്നിട്ടുണ്ടെങ്കിലും ശരിക്കും അറിയില്ല ഈ അമ്മ എങ്ങനെയായിരിക്കും. അതെ, ഇന്ന് വരെ അവര് സ്വന്തം കുട്ടികളെ അന്വേഷിച്ച് വന്നിട്ട് പോലുമില്ല. കറക്റ്റ്. എനിക്കും അവരെ കാണണമെന്ന് പോലുമില്ല. ഗുഡ്. പക്ഷെ ഞാൻ പപ്പയോട് പ്രോമിസ് ചെയ്തതാ, ഇത് പപ്പയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് സൃഷ്ടിക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഒരു തവണയെങ്കിലും നമ്മുടെ അമ്മയെ പോയി കാണണമെന്ന്. ഇതറിയിക്കാനെങ്കിലും ഞങ്ങൾ ഒരു തരത്തിലുള്ള ബന്ധവും വെക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. എന്താ ചേച്ചി, വീട് വിറ്റ കാശ് മുഴുവനും ചേച്ചിയുടെ കയ്യിൽ തന്നെ വെച്ചാ മതിയായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കാണേണ്ടി വരില്ലായിരുന്നു. കാശിനേക്കാളൊക്കെ വലുത് നമ്മുടെ പപ്പയുടെ അഭിമാനമാണ്. പപ്പയുടെ കടങ്ങളൊക്കെ വീട്ടേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ പപ്പ ഒരു മോശപ്പെട്ടവനും ചതിയനുമായി മാറിയനെ. ചേച്ചിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. എപ്പ നോക്കിയാലും മറ്റുള്ളവരുടെ കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ, സ്വന്തം കാര്യം നോക്കണ്ടേ? നിനക്കറിയോ സൃഷ്ടി, നമുക്കൊരു ദുരിതം ഉണ്ടാകുമ്പോഴാണ് ജീവിതം നമ്മളെ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നത്. മോശപ്പെട്ട അവസ്ഥ നമ്മളെ തകർത്ത് കളയുമ്പോൾ നമ്മൾ സ്വയം എഴുന്നേൽക്കണം, നമ്മുടെ ആ തകർന്നു പോയ ജീവിതം കൂട്ടി യോജിപ്പിക്കാൻ. പിന്നെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ ചേച്ചി, മനസ്സിലായി. ഓ, അവസാന നിമിഷത്തിൽ കിട്ടിയ ഒരു അഡ്രസ്സ്, ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം, അതും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇനി ഒന്നും തന്നെ ബാക്കിയില്ല ഞങ്ങളുടെ കൈവശം. പപ്പയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അത്, അതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങൾ നാസിക്ക് വിട്ടത് പപ്പയുടെ ജീവൻ അവിടെ വെച്ച് പൊലിഞ്ഞതുകൊണ്ടാ. അവിടെയുള്ള എൻ്റെ എല്ലാ ഓർമ്മകളും വേദന കലർന്നതാണ്. ഇപ്പോൾ എൻ്റെ മുൻപിലുള്ളത് ഈ മുംബൈ നഗരമാണ്. അറിയില്ല ഈ ഒറ്റപ്പെട്ട നഗരത്തിൽ എനിക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താനാവുന്നു. മുംബൈയിലെ മഴ എന്ത് സൂപ്പർ അല്ലേ ചേച്ചി? സ്വപ്ന നഗരമായി മുംബൈ തുള്ളിത്തുള്ളിയായി മഴ പെയ്ച്ച് നമ്മളെ വെൽക്കം ചെയ്യുന്നത് കണ്ടില്ലേ? ചേച്ചി ഇനി കണ്ടോ എങ്ങനെയാ ഈ ഡ്രീം വേൾഡിൽ ഞാൻ എന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്നതെന്ന്. അല്ല, ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഒരു ഫിലിമി ലുക്കല്ലേ? ഒരു സിനിമ പോലെ തന്നെയാ. പേഴ്സിൽ ഒരു പൈസയും ഇല്ല, ഒരു മേൽക്കൂര പോലും ഇല്ല. ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നോ ഒരു ഐഡിയ ഇല്ല. നീയാണെങ്കിൽ ഇവിടെ
നിന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ള ചിന്തയില. ശരിക്കും ഒരു സിനിമാ കഥ പോലെയാ. ഓ ചേച്ചി, ആ കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് കൊണ്ടു നടക്കാൻ പാകത്തിന് ഒരു മേൽക്കൂര കിട്ടിയത്. അതെ, എന്റെ കൂടെ ഇങ്ങ് തന്നെ. അതെ ചേച്ചി, മഴ കഴിഞ്ഞില്ലേ, ഇനി കൂടെ തിരിച്ചു തന്നൂടെ? അതിങ്ങ് തരൂ. ഓക്കേ. ഓരോന്ന് വന്നോളൂ, മഴയത്ത് കൊട ഇല്ലാതെ. സൃഷ്ടി, മഴ തോർന്നു, നമുക്കും പോയാലോ? ശരി. നമ്മുടെ സാധനങ്ങൾ എവിടെ? അവിടെയാ ചേച്ചി, നമ്മൾ പക്ഷെ ഇവിടുന്ന് എങ്ങോട്ട് പോവും? ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. വാ, നമുക്ക് ആ കാരണം എന്തെന്ന് കണ്ടെത്താം. സത്യത്തിൽ വിധി എന്താണ് ആഗ്രഹിക്കുന്നത്? പരിചയമില്ലാത്ത നഗരത്തിലെത്തിച്ചത് എന്തിനായിരിക്കും? ഇപ്പോഴാ അറിയാൻ കഴിഞ്ഞത് എനിക്ക് മറ്റൊരു കുടുംബം കൂടിയുണ്ടെന്ന്. അറിയില്ല എൻ്റെ കഥ ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വിധിയുടെ കളികളാണെന്ന്. എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എൻ്റെ ജാതകത്തിൽ? എന്തായിരിക്കും എൻ്റെ വിധി? എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഈ ആൾക്കൂട്ടം ഇത് എവിടുന്നാ വരുന്നത്? എന്തെങ്കിലും മൂവി കണ്ടിട്ടാണോ? അല്ല അല്ല, ലോകത്തിലെ ഏറ്റവും ത്രില്ലിംഗ് ക്രിക്കറ്റ് മാച്ച് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, ഞങ്ങൾ അവിടെ വരുന്നത്. ക്രിക്കറ്റ് മാച്ച്? അല്ല, ആരാ ജയിച്ചത്? വൺ ആൻഡ് ഓൺലി മൈ ഫേവറേറ്റ്, മുഴുവൻ മുംബൈക്കാരുടെ ഫേവറേറ്റ്. വാ 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 പോ. ചേച്ചി 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 സൂക്ഷിച്ചു. എനിക്കാണെങ്കിൽ വന്ന് ഇറങ്ങി ഉടനെ ഈ സ്ഥലം അങ്ങ് ഇഷ്ടമായി. ശരിയാ നീ പറഞ്ഞത്. താമസിക്കാനാണെങ്കിൽ ഒരു ഇടവില്ല, നല്ലൊരു ഹോട്ടലിൽ തങ്ങാൻ പൈസയും ഇല്ല, ജോലിയും ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോ. എന്നിട്ടും നിനക്ക് ഈ നഗരം ഇഷ്ടമായെന്നോ? ഓഹോ ചേച്ചി, പെൺപിള്ളേരിങ്ങനെ തുറന്ന ഒരു സ്ഥലത്ത് വെച്ച് ആർക്കെങ്കിലും എന്ന് പറഞ്ഞ് കിസ്ത്രോ ചെയ്യുമ്പോഴേ ആ സ്ഥലം ഉറപ്പായിട്ട് സ്നേഹനിർഭരമായിരിക്കും. ചേച്ചി വാ, നമുക്ക് നോക്കാം ആരുടെ ക്രിക്കറ്റ് മാച്ച് ആയിരുന്നു. അല്ല സൃഷ്ടി, നമുക്ക് വാ ചേച്ചി പ്ലീസ്. വന്നേ വന്നേ വന്നേ. എക്സ്ക്യൂസ് മീ, മാറിക്കെ മാറിക്കെ പ്ലീസ്. ചേച്ചി ചേച്ചി പെട്ടെന്ന് വാ ഇങ്ങോട്ട്. എന്ത് ചെയ്യും അവിടെ? നിനക്കിത് എന്താ സൃഷ്ടി? സമയം പോയിക്കൊണ്ടിരിക്കുക. ചേച്ചി വേഗം തോന്നുന്നത് ക്രിക്കറ്റ് ഹീറോ കിരൺ ആണെന്ന്. ഇയാളെ കുറിച്ചല്ലേ ആ പെൺകുട്ടികളൊക്കെ സംസാരിച്ചത്? എനിക്ക് ആളെ കാണണം ചേച്ചി, എനിക്ക് ആളെ കാണണം. കണ്ടില്ല, ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ എങ്ങനെയാ മുന്നിലേക്ക് പോകുന്നേ? നടക്കില്ല, അല്ലെങ്കിൽ നമുക്ക് സമയമില്ല. ചേച്ചി വറീഡ് ആവണ്ട, ഇത് സൃഷ്ടിയാ. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാതിരിക്കില്ല. ലെറ്റ്സ് ഗോ. അങ്ങോട്ട് പോവല്ലേ? അതെ സൃഷ്ടി, ചേച്ചി ഇയാളെ പുറകിലൂടെ കാണാൻ എന്ത് ഹോട്ടല്ലേ? ഹോട്ട് മൈ ഫുഡ്. കണ്ടല്ലോ ഇവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന്. ഇവർക്കൊന്നും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ടാവില്ല. കൊടുത്തിരിക്കുന്ന വസ്ത്രം ഊരി എറിഞ്ഞിട്ടാണോ ഷോ കാണിക്കുന്നത്? ഒരു വണ്ടിയുടെ മുകളിൽ കയറിയ ദൈവമാവുന്നാണോ? വൃത്തികെട്ടവൻ, കാണാൻ ഒരു കൊരങ്ങനെ പോലെയുണ്ട്. ചേച്ചി അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഈ വീറും ബഹളവും ഒക്കെ കണ്ടിട്ട് നല്ല രസം തോന്നില്ല ചേച്ചിക്ക്? എനിക്കൊന്നും തോന്നുന്നില്ല. He's so cool, so hot. So uncool. അപ്പൊ 10ാമത്തെ ഈ ജയം കൂടി നമുക്ക് സെലിബ്രേറ്റ് ചെയ്താലോ? അപ്പൊ നിങ്ങൾക്ക് ഡബിൾ സെഞ്ചുറി കിട്ടിയതിനോ? അയ്യോ പോവാണോ?
ഒന്ന് നിൽക്കണേ. ആ, അയ്യോ പോവല്ലേ. ആ, ആ. ഛേ, ഈ ക്രിക്കറ്റ് സ്റ്റാറിന്റെ നേരെ ചോരെ കാണാൻ പോലും പറ്റിയില്ല. എനിക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു പയ്യനെയാ വേണ്ടത്. വളരെ ഫേമസും നല്ല പണക്കാരനും. ആ പിന്നെ ഇത്രയും നാണമില്ലാത്തവനും അടിച്ചു പൊളിക്കാരനായാലും ഐ ഡോണ്ട് മൈൻഡ്. ഇല്ല ഒന്നുമില്ല. നിന്റെ ഒരു കാര്യം റോഡിന്റെ നടുക്ക് വന്നാണോ നിൽക്കുന്നത്? വാ ഇങ്ങോട്ട്, സൈഡിലോട്ട് നിൽക്ക്. ആക്ച്വലി ഐ ആം സോറി. ബാഗ് ഞാൻ എടുത്തോളാം. ഓക്കേ. ഓ ഗോഡ്. ചേച്ചി 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 കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചിയുടെ ബോധം പോയോ ചേച്ചി? ചേച്ചി ഏയ് താൻ ഇവിടെ നിക്കണോ? ഇറങ്ങണോ ഇങ്ങോട്ട്? ആരാണെന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് തന്നത്? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? നോക്കൂ മാഡം, ഞാൻ ആ ജീപ്പിന്റെ പിന്നാലെ പോവുകയായിരുന്നു. അതിൽ ബോസാണ് പോകുന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല. എനിക്കറിയില്ല ഈ പെൺകുട്ടി കാറിന്റെ മുന്നിലേക്ക് എപ്പോഴാ കയറിയതെന്ന്. അതൊന്നും എനിക്കറിയണ്ട. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്. താൻ കാരണം എന്റെ പ്രീത ചേച്ചിക്ക് മുറിവ് പറ്റിയത്. ബോധമില്ലാതെ കിടക്കുക. നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കാൻ പോവാ. നിനക്കെതിരെ കേസ് നടത്തും ഞാൻ. അല്ലെങ്കിൽ താൻ ഞങ്ങളെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. വാ. മാഡം 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 നോക്കൂ മാഡം, എന്നെ ബോസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് മാഡം. എന്റെ ബോസിനെ എനിക്ക് അനുസരിച്ചേ പറ്റൂ മാഡം, അല്ലെങ്കിൽ എന്റെ ജോലി പോകും. തന്റെ ബോസ് എവിടെയെങ്കിലും പോയി തൊലയട്ടെ. എന്റെ ചേച്ചിയെക്കാളും ഇമ്പോർട്ടന്റ് എനിക്ക് വേറെ ഒന്നുമില്ല. തനിക്ക് ഇങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. പോലീസിനെ ഞാനൊന്ന് വിളിക്കട്ടെ. ജയിലിൽ കിടന്ന് നരകിക്കുമ്പോ തനിക്ക് മനസ്സിലാവും. ചെയ്യുന്നത് മാഡം വന്ന് ഞാൻ കൊണ്ടുപോവാം. വാ ശ്രദ്ധിച്ച് എടുക്ക്. ശ്രദ്ധിച്ച്. വാ. ചേച്ചി ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പ്ലീസ് ബോധം കെടല്ലേ. ഒന്ന് വണ്ടി എടുക്കോ മാഡം. ഒന്ന് പോടോ. ചേച്ചി റിലാക്സ്. ഒന്ന് സ്പീഡിൽ പോടോ. എത്ര ദൂരം ഉണ്ട് ഹോസ്പിറ്റലിലേക്ക്? കുറച്ച് ദൂരേ ഉള്ളൂ. ചേച്ചി ചേച്ചിക്ക് ബോധം പോയി. ഇനിയിപ്പോ വെള്ളമുണ്ടോ കാറില്? കാറിൽ വെള്ളമില്ല. അതെ ചേട്ടാ, അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ കാണുന്നില്ലേ? അങ്ങോട്ടൊന്ന് നിർത്തിക്കേ. നിർത്ത്. നിങ്ങളിത് എന്താ ചെയ്യുന്നത്? നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നത്? എന്നെ കുരുക്കിലാക്കിയിട്ട് എന്റെ ജോലി പോയത് തന്നെ. ഇത് എവിടെയായിരുന്നു യൂസ്ലെസ്? ഞാൻ നിന്നെ ബാന്ദ്രയിലേക്കല്ലേ വരാൻ പറഞ്ഞത്. വണ്ടി ഇറങ്ങാം. ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ചൊരു പെൺകുട്ടി കാറിന് കുറുകെ ചാടി. അവള് ബോധം കെട്ടു. അവളുടെ സഹോദരി ഹോസ്പിറ്റലിലേക്ക് വിടാൻ പറഞ്ഞു. നീ വീണ്ടും തുടങ്ങിയല്ലോ. എനിക്ക് നിന്റെ ഒരു കഥയും കേൾക്കണ്ട. നീ വേഗം വണ്ടി ഇറങ്ങാം. നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങു വേഗം, ഒന്ന് പെട്ടെന്നാവട്ടെ. സാറി ഏത് പെണ്ണിന്റെ കാര്യം താൻ ഈ പറഞ്ഞോണ്ട് വരുന്നത്? വണ്ടി ഇറങ്ങാം, അല്ലെങ്കിൽ ജോലിന്ന് പിരിച്ചുവിടും. ഗെറ്റ് ഓൺ. ഇറങ്ങാം. രാവിലെ നേരത്തെ വരണം. പൊക്കോ. വണ്ടി ഞാൻ കൊണ്ടുപോവാ. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ സാർ. സാറിന് മനസ്സിലാവാത്തോണ്ട് സാർ. ഹലോ, എവിടേക്കായി പോകുന്നത്? എന്റെ ചേച്ചി. നിങ്ങളുടെ ചേച്ചി വണ്ടിക്കുള്ളിലുണ്ട്. പക്ഷേ വണ്ടി എന്റെ സാറ് കൊണ്ടുപോയി. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ, എന്റെ സാറ് ഭയങ്കര ദേഷ്യക്കാരനാണെന്ന്. ചൂടനാണ് അയാൾ. എന്റെ കാര്യം പോക്കായി. അയാൾ ചൂടനായാലും എന്തായാലും എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്റെ ചേച്ചി കൊണ്ട് അയാൾ എവിടെ പോയതാന്ന് പറ. എവിടെ പോയതാന്ന് പറയാ. ആന്ധ്രയിലേക്കാ പോയത്. വാ, എന്റെ കൂടെ വാടോ. ഞാൻ പറയുന്നത് കേക്ക്. ഹലോ ചേട്ടാ, ബന്ദ്രയിലേക്ക് പോണം. എമർജൻസി ആണ്. പ്ലീസ്. കിഡ്നാപ്പിംഗ് കേസാണ്. അല്ല മാഡം, പറയുന്നത് കേക്ക് മാഡം. മര്യാദക്ക് അകത്ത് കയറി ഇരിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി ഞാൻ. എന്നെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും. ചേട്ടാ പെട്ടെന്ന് പോവോ? ചേട്ടാ പെട്ടെന്ന് ആ വണ്ടിയുടെ പിന്നാലെ പോ. യുനോ കിരൺ, എനിക്ക് ഇന്നത്തെ നിന്റെ പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിലേ കിരൺ, നിന്റെ ഓരോ ഗെയിമും ഭയങ്കര ഇഷ്ടാ. യു നോ വാട്ട് ഡാർലിംഗ്, നീ ഓരോ കളിയും ശരിക്കും ഒരു എക്സ്പെർട്ടിനെ പോലെയാ കളിക്കുന്നത്. അതിപ്പോ ക്രിക്കറ്റ് ആയാലും ഗെയിം ഓഫ് ലവ് ആയാലും. ജസ്റ്റ് സ്റ്റോപ്പ് ബെറ്റിംഗ്, ഓക്കെ? കിരൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നെയാ, റൈറ്റ് കിരൺ? ഓഫ് കോഴ്സ്. പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടാളിൽ നിന്ന് ഒരാളിനെ ചൂസ് ചെയ്തേ പറ്റൂ. എന്ത് ചൂസ് ചെയ്യാൻ? കിരൺ എന്നെ തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. എന്നെയാ സെലക്ട് ചെയ്യുന്നത്, മനസ്സിലായോ നിനക്ക്? You just shut up, okay? കിരൺ You is shut up. mine. He's നമുക്ക് mine. കാണാലോ. കിരൺ തന്നെ പറയട്ടെ. One minute. നോക്ക്, നിങ്ങൾ രണ്ടുപേരും കാണുന്നത് വളരെ ഹോട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നിന്റെ ഗേൾഫ്രണ്ട് ആയിക്കോ. പക്ഷേ നിന്റെ നെക്സ്റ്റ് ആഡിന് വേണ്ടി ഞങ്ങൾ ഒരാളെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ നിന്റെ ചേട്ടനോട് പറഞ്ഞ എന്നെ സെലക്ട് ചെയ്യിക്കാമോ? I'm telling you, Kiran, why Listen don't you to like me. me? Listen to me. Kiran, why don't you like me? Kiran. ഞാൻ എങ്ങനെ ഇതിനകത്ത് വന്നു? ഈ കാറിനകത്ത്? എക്സാക്ട്ലി. ഇത് തന്നെ ഞാനും ചോദിക്കാൻ വന്നേ. അല്ല, നീ എങ്ങനെ എന്റെ വണ്ടിയിൽ വന്നത്? ഇത് നിങ്ങളുടെ കാറാണോ? അയ്യോ അല്ല, ഇത് നിങ്ങളുടെ കാറാ. പക്ഷേ
എനിക്ക് അതിനുള്ള പ്രൂഫ് വേണം, സം പേപ്പേഴ്സ്. അതിന് ഇത് എന്റെ കാറാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സൂപ്പർ. നീ ഇതെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ നിന്റെ കാർ അല്ലാന്ന്. Can you please get down? You know, I'm dealing with my two beautiful personal problems. കാണാൻ പറ്റുന്നുണ്ട് എന്ത് പേഴ്സണൽ പ്രോബ്ലംസ് ആണെന്ന്. ശരിക്കും ഇമ്പോർട്ടന്റ് കാര്യമാണല്ലോ നടക്കുന്നത്. ഒരു മിനിറ്റ്. ഒന്ന് മിണ്ടാണ്ടിരിക്കും ബേബി. ഒരു മിനിറ്റ് നിക്ക്. ഗ്ലാസ് താഴ്ത്തിയിട്. വേഗം ഗ്ലാസ് എന്താ? താഴ്ത്തിയിട്. തുറക്ക് ഓക്കേ, വേഗം. ഓക്കേ. നിങ്ങളുടെ കാർ തട്ടി എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. അതുകൊണ്ടല്ലേ എന്നെ എടുത്ത് ബാക്ക് സീറ്റിൽ കിടത്തിയിരുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എന്റെ മുമ്പിൽ നാടൻ കളിക്കാ. റബിഷ്. എന്റെ കാർ നിന്നെ തട്ടിയെന്നോ? അതപ്പോ ഇപ്പൊ കുറച്ചു മുമ്പ് തന്നെ നിങ്ങളുടെ ഏതോ ഒരു സ്റ്റുപ്പിഡിന്റെ ഷാമ്പയിൻ പാർട്ടി നടക്കുമ്പോ ഈ കാർ തട്ടിയിട്ട് തന്നെ എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. വാട്ട്സ് ഹാപ്പനിങ്? ആരാ ഈ പെൺകുട്ടി? ഇനി ഇവള് നിന്റെ ഗേൾഫ്രണ്ട് എങ്ങാനും ആണോ? ഞങ്ങളിൽ നിന്നത് ഒളിപ്പിച്ചതല്ലേ? അല്ല, നിനക്ക് എന്താ വെളിവില്ലേ? ആർ യു ക്രേസി? ഏതാങ്കിലൂടെ നോക്കിയാൽ ഇവൾ എന്റെ ഗേൾഫ്രണ്ട് ആവുന്നേ? ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷെ ഒരു കാര്യം പറഞ്ഞത് വളരെ ശരിയാ. ഇവൾ കിരൺ നമ്പ്യാറിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഇവളെ ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നേനെ. അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ എനിക്ക് നാണക്കേടാവില്ലേ? എക്സ്ക്യൂസ് മീ, ഇയാളെ പോലെ ഒരുത്ത ഒരിക്കലും എന്റെ ബോയ്ഫ്രണ്ട് ആവില്ല. ഇയാള് തന്നെയാ കുറച്ചു മുൻപ് ഇയാളുടെ കാറുകൊണ്ട് എന്നെ ഇടിച്ചു വീഴ്ത്തിയത്. വാട്ട് റബിഷ്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തേ? ഇപ്പോ കുറച്ചു മുൻപ്. സർ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ചൊരു പെൺകുട്ടി കാറിന് കുറുകെ ചാടി. അവള് ബോധം കെട്ടു. നീ ഒരു നമ്പർ എഴുതിക്കോ. ആരുടെ നമ്പറാ? എന്റെ ഡ്രൈവറിന്റെ. അതെന്തിനാ എനിക്ക് തരുന്നത്? അയാൾ നിന്നെ സഹായിക്കുമെന്നേ. ശരി, ഒരു കാര്യം ചെയ്യാം. ഇതാ ഈ കാശ് വെച്ചോ. നീ പോയി ഒരു ഡോക്ടറെ കാണ്. ബൈ. സത്യമായിട്ട് ഇതെനിക്ക് വേണ്ട. ഹലോ, ഏയ്, എനിക്ക് വേണ്ട നിന്റെ ഈ കാശ്. അയ്യോ ചേച്ചി, ചേട്ടാ നിർത്ത് നിർത്ത് നിർത്ത്. നിർത്താനല്ലേ പറഞ്ഞത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചേച്ചി 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 ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ചേച്ചി എങ്ങോട്ടാ പോയത്? എന്റെ ജീവൻ അങ്ങ് പോയി. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ചേച്ചിക്ക് ബോധം തെളിഞ്ഞോ? യു ഫൈൻ? But I'm not fine. I'm very upset. നിനക്കറിയോ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരുത്തനെയാ കുറച്ചു മുൻപ് ഞാൻ കണ്ടുമുട്ടിയത്. He is so disgusting. ഓ, സോ സാഡ്. ഞാൻ കരുതിയത് മുംബൈ ചേച്ചിക്ക് ഒരാളെ കൂടി തരുമെന്നാ. ചേച്ചിയുടെ പ്രിൻസ് ചാമിങ്ങിന് അന്ന് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടോ? കണ്ടുമുട്ടുന്ന കാര്യം. ഒരു പ്രിൻസ് ചാമിങ് അയാളുടെ വലിയ കാറുമായിട്ട് വരും. എന്നിട്ട് ചേച്ചിയായിട്ട് കൂട്ടിമുട്ടുമെന്ന്. എന്നിട്ട് ചേച്ചി അയാളുടെ കാറിൽ ഇരുത്തിയിട്ട് അയാളുടെ പാലസിലേക്ക് കൊണ്ടുവന്ന്. ഒരിക്കലുമില്ല. ഈ കാശ് വെച്ചോ. നീ പോയി ഒരു ഡോക്ടറെ കാണും. ബൈ. ചേച്ചി ഒരിക്കലും എന്റെ അല്ല, ഒരുപാട് പെൺകുട്ടികളുടെ പ്രിൻസ് ചാമിങ് ആണ് അയാള്. എന്നാൽ അയാൾ അത് മുതലെടുക്കുക. നിനക്കറിയോ, അയാളുടെ കാറില് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അത് ശരി. എന്ന് വെച്ചാൽ അയാൾ ചേച്ചിയുടെ ടൈപ്പേ അല്ലാന്ന്. ദീപക് ചേട്ടനെ പോലെ ചേച്ചി കിസ് ചെയ്യാൻ സമ്മതിച്ചില്ലല്ലോ. അതിന് കിസ് ചെയ്യാൻ സമ്മതിക്കാത്തത് നല്ലതായില്ലേ? ഇത്രയും ഗ്രേഡായ ഒരാളെ കിസ് ചെയ്യാൻ സമ്മതിച്ചിരുന്നെങ്കിൽ എന്താവാൻ? നല്ലതായിരുന്നില്ലേ? ഒരു റീസൺ കൂടെ കിട്ടിയതിന് വിവാഹം വേണ്ടാന്ന് വെക്കാൻ. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അവിടെ സാധനങ്ങൾ കിടക്കുന്ന കണ്ടില്ലേ? ആരെടുക്കും അത്? ദാ ചേട്ടാ, ഞാൻ എടുത്തോളാം. താങ്ക് യു. ചേച്ചി നല്ല ചൂടായ ചായ അങ്ങോട്ട് വാങ്ങിക്ക്. താങ്ക് യു. പക്ഷെ ഒരു കാര്യം സത്യമാ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ മുംബൈയിലെ ആദ്യത്തെ ദിവസം ഇത്രയ്ക്കും എക്സൈറ്റിംഗ് ആയിരിക്കും. ഐ മീൻ, ഇങ്ങനെയുള്ള അഡ്വഞ്ചേഴ്സ് ഒക്കെ കടന്ന് നമ്മള് തട്ടുകടയുടെ ചായ വരെ എത്തില്ലേ? ശരിയാ. ചേച്ചി ആ പ്രശസ്തനും അഹങ്കാരിയുമായിട്ടുള്ള ചെറുക്കനായിട്ട് കൂട്ടിമുട്ടിയത് സീരിയസ്ലി ഈ നഗരത്തിൽ എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. എനിക്ക് സന്തോഷമുള്ളത് ഒരു കാര്യത്തില, ചേച്ചിക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു, ഐ സ്വെയർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്രയും ടെൻഷൻ ഉണ്ടായത് കാരണം നമ്മുടെ വലിയൊരു ടെൻഷൻ ഒഴിവായി കിട്ടി. ഏത് ടെൻഷൻ? ചേച്ചി, ചേച്ചിയുടെ ബാഗ് അവിടെ. ഈ ടെൻഷന്റെ കാര്യ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ കാശ് എങ്ങനെയെങ്കിലും വന്നില്ലേ? അതായത് ഇന്ന് രാത്രി നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാം. ഇതകത്ത് വെക്ക്. വാ, നമുക്കിനി പോവാം. ഒരുപാട് രാത്രിയായി. നമുക്കൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. പെട്ടെന്നാവട്ടെ. ഒരു മിനിറ്റ് ചേച്ചി, ചേട്ടാ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടലോ ലോഡ്ജോ വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ, മുൻപിലോട്ട് പോയ റൈറ്റിലുണ്ട്. എന്തുമാത്രം സ്പീഡിൽ നടക്കുന്നത് ചേച്ചി. ഇല്ല, എനിക്കിനി നടക്കാൻ വയ്യ. ഞാൻ തളർന്നു. പ്ലീസ്, എനിക്കിനി നടക്കാൻ വയ്യ. അല്ല, എന്താ സൃഷ്ടി ഇത്? കുട്ടികളെ പോലെ പെരുമാറുന്നത്. ഇങ്ങനെ തളർന്നാലോ? വാ, കുറച്ചുകൂടി പോയാൽ മതി. എഴുന്നേക്ക്. ഇല്ല ചേച്ചി, ആ തട്ടുകടക്കാരൻ പറഞ്ഞത് മുൻപിലോട്ട് ചെന്നിട്ട് റൈറ്റ് തിരിയണോന്നല്ലേ. നമ്മൾ എന്തുമാത്രം കോർണേഴ്സ് ക്രോസ് ചെയ്തു, അയാളുടെ റൈറ്റ് ഇതുവരെ വന്നില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇവിടെ ഇരിക്കാം. എന്റെ പുന്നാരനിയത്തി, ഇത് നമ്മുടെ ചെറിയ നാസിക്കല്ല, വലിയ മുംബൈയാ. ഇവിടെ ചെറിയ ദൂരം പോലും നമുക്ക് വലിയ ദൂരമായിട്ടേ തോന്നൂ. ശരി, ഒരു ഐഡിയ കിട്ടി. എന്തോ? ഒരു കാര്യം ചെയ്യാം,
വളരെ വേഗത്തിൽ നടക്കാം. വാ എഴുന്നേക്ക്. പോകുന്ന വഴിക്ക് ഞാൻ കഥ പറഞ്ഞുതരാം. വേണ്ട 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 വാ എഴുന്നേക്ക്. പെട്ടെന്ന് വാ. വേണ്ട fast സൃഷ്ടി, ആയിട്ട് വേഗം വാ. പോലെ. ഒരുപാട് ഞാൻ late ആയി. കേക്ക്. വാ സൃഷ്ടി, അങ്ങോട്ട് ശ്രദ്ധിക്കല്ലേ. നമുക്ക് കാണാത്ത പോലെ നടക്കാം. സൃഷ്ടി, എനിക്ക് പേടിയാവുന്നു. ഇയാൾ എന്തിനാ നമ്മുടെ പിന്നാലെ വരുന്നത്? ചേച്ചി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നിക്ക്. വേണ്ട വേണ്ട, മദ്യവെച്ചിട്ടുണ്ടാവും, വെളിവ് കാണില്ല. ചേച്ചി നിക്ക്, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ചെയ്യാന്ന്. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. സൃഷ്ടി, ചേച്ചി മാറങ്ങോട്ട്. ഒരു മിനിറ്റ് ചേച്ചി. എന്താടാ രാത്രി ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര താല്പര്യമാണല്ലോ. എന്നോട് കളിക്കുന്നോ? ഞാൻ ഹോക്കിയും പഠിപ്പിച്ചു തരാം. ഒരു ഗോളി തന്നെ നിന്നെ ഓടെ കൊണ്ടിട്ടില്ലെങ്കിൽ എന്റെ പേര് സൃഷ്ടി എന്നല്ല. ഗോൾ അടിക്കട്ടെ അടിക്കട്ടെ അടിക്കട്ടെ. കണ്ടോ ചേച്ചി എങ്ങനെ പേടിച്ചോടിയെന്ന്. ഇങ്ങനെയുള്ള തെമ്മാടികളൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടേ. പിന്നെ ചേച്ചി ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഞാനുള്ള കാലത്തോളം ചേച്ചി പേടിക്കേണ്ട കാര്യമില്ല. എന്നാ ശരി, വേറെന്തെങ്കിലും പ്രശ്നം വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടുന്ന് പോവാം. എന്താ? വാ. ചേച്ചി സൃഷ്ടി, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഇതൊക്കെ രസമാണോ? കമോൺ, പെട്ടെന്ന് കേറ്. ഹോൾഡ്, വെയിറ്റ്. സോറി ബോയ്സ്. താങ്ക് ഗോഡ് സാർ ഞങ്ങളെ രക്ഷിച്ചു. അല്ലായിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ചേച്ചി OMG, നിങ്ങൾ റോക്സ്റ്റാർ അഭിയല്ലേ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിങ്ങൾ അഭിഷേക് മേനോനല്ലേ? നിങ്ങളാണോ ഞങ്ങളെ രക്ഷിച്ചേ? ചേച്ചി അഭിഷേക് മേനോനാണ് നമ്മളെ രക്ഷിച്ചേ. സർ ഐ എം എ ഹ്യൂജ് ഫാൻ സർ. ഹ്യൂജ് ഫാൻ സർ. ഹ്യൂജ് ഫാൻ ഇസ് ആൻ അണ്ടർസ്റ്റേറ്റ്മെന്റ് സർ. ഞാൻ സാറിന് വലിയൊരു ഫാനാ. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ എത്ര വലിയ ഫാനാ സാറിന്റെ. എനിക്ക് മനസ്സിലായി, എനിക്ക് കാണാനും പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ നിങ്ങൾ ഇത്രയ്ക്ക് വലിയ ഫാൻ ആയിരുന്നു എന്ന്. നേരത്തെ അറിഞ്ഞെങ്കിൽ വലിയൊരു ട്രക്കുമായിട്ട് ഇറങ്ങായിരുന്നു. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ സർ, ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ഒരു സെക്കൻഡ്. താങ്ക് യു അബി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം എന്താവുമെന്ന് അറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ നന്ദി പറയേണ്ടത് എന്നോടൊന്നുമല്ല, മുകളിലുള്ളവനോടാ. അദ്ദേഹം എന്നെ ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചു. അല്ലായിരുന്നെങ്കിലോ? സാറിന് അറിയോ, സാറിന്റെ ആ ഹാപ്പി ലവ് സോങ് ഉണ്ടല്ലോ, ഞാനത് 1000 തവണ കേട്ടിട്ടുണ്ട്. അതിന്റെ ഗുഡ് മോർണിംഗ് ആൻതമാണ്, ഗുഡ് നൈറ്റ് ആൻതമാണ്. ആ സോങ്ങുകളുടെ എവരി മൂഡ് സോങ് ആണ് കേട്ടോ. അത് ശരി. സാർ ഒരു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് ആ ഹാപ്പി ലവ് എന്ന് പറയുന്ന സോങ് ഒന്ന് പാടി കേൾപ്പിക്കോ പ്ലീസ് സർ. സീരിയസ്? സൃഷ്ടി ചിലപ്പോ FM ഉണ്ടാവും, പ്ലേ ചെയ്താലോ? നോ സർ, നോ സർ. ഒരു മിനിറ്റ് ചേച്ചി. നോ സർ, ലൈവ് സർ, ലൈവ്. ഇറ്റ് വിൽ ബി ലൈക്ക് എ ഡ്രീം കം ട്രൂ സർ, പ്ലീസ്. ഐ ആം സോ സോറി. എന്റെ സിസ്റ്റർ ഒരു ചേച്ചി ഒന്ന് മിണ്ടാതിരുന്നേ. രാത്രി മുഴുവനും അടിച്ചു പൊളിക്കും. പാർട്ടി ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് റോക്ക് സ്റ്റാർ. ഞങ്ങളെ ആർക്കും തടയാനാവില്ല. പാർട്ടി ലൈക്ക് ലൈക്ക് എ റോക്ക് സ്റ്റാർ. ശരി ഗേൾസ്, അപ്പോൾ ഞാൻ നിങ്ങളെ ഇനി എവിടെയാ വിടേണ്ടത്? വേറെ ഡ്രോപ്പ് ചെയ്യും. ഞങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടലിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. ഞങ്ങൾ ഇന്ന് മുംബൈയിൽ എത്തിയത്. ഇന്ന് രാത്രി എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ തങ്ങണം. നാളെ ഏതെങ്കിലും ഒരു റെന്റൽ അക്കോമഡേഷനിലേക്ക് മാറണം. ഓക്കെ ഫൈൻ. ഞാൻ സെർലാൻഡ് എന്നോട് പറഞ്ഞിരുന്നാണല്ലോ പ്രിയയുടെ മുറി വാടകയ്ക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ഇവർക്കതൊരു ഹെൽപ്പും ആവും. ഇനി ആൻറ്റിയുടെ കൂടെ താമസിക്കുകയാണെങ്കിൽ ഇവർക്ക് സ്വന്തം വീടായിട്ട് തോന്നുകയും ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും റെന്റൽ അക്കോമഡേഷൻ നോക്കേണ്ട കാര്യം എന്തുവാ? എനിക്ക് പരിചയമുള്ള നല്ലൊരു സ്ഥലമുണ്ട്, നല്ല സേഫുമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. എന്താ? ചേച്ചി 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 ചിലപ്പോ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരിക്കും പറയുന്നത്. ഓക്കെ ശരി. So let's go. താങ്ക് യു സോ മച്ച് അബി. നോ വറി. നല്ലതായി ആ കാര്യം ഓർമ്മ വന്നത്. ഇപ്പൊ ഇവരും ഹാപ്പിയാണ്, അവരും ഹാപ്പിയാവും. എവിടെ പോയി കിടക്കുകയാണെന്നറിയില്ല. എല്ലായിടത്തും എന്റെ ഒരു കണ്ണ് വേണം. ഞാൻ പ്രിയക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് വാങ്ങിപ്പിച്ചതാ. ഓ, ഇതൊക്കെ ആരോട് ചോദിക്കാനാ? എന്റെ അലമാര ഇവരൊക്കെ എന്തിനായി തുറക്കുന്നേ? ഇതെവിടെയാ വെച്ചിരിക്കുന്നത്? ആ, ഇവിടെ ഉണ്ട്. ആ, ഇതിനെടുക്കാം. വാ 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 ആരേ
സർല, കാർമേഘങ്ങളില്ലാതെ മഴ എങ്ങനെയാ പെയ്യണേ? പ്രിയയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല. പിന്നെ നീ എന്തിനാ കരയുന്നേ? എന്താ കാരണം? പ്രിയക്ക് വേണ്ടി അമ്മേ ഞാൻ കരയുന്നേ. എന്റെ ആ കുട്ടികളെ ഓർത്താ ഞാൻ കരയുന്നേ. ഞാൻ അവരെ ജനിപ്പിച്ചെങ്കിലും എത്ര അന്വേഷിച്ചിട്ടും എനിക്ക് അവരെ കണ്ടു കിട്ടിയില്ല അമ്മേ. എനിക്ക് അവരെ ഒന്ന് തൊടാൻ കൊതിയ. ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത്? എനിക്ക് അവരെ സ്നേഹിക്കണമെന്നുണ്ട്. തലയിലൊന്ന് തലോടാൻ തോന്നുന്നു. സർല, നീ എന്താ മനസ്സിലാക്കാത്തത്? അവർ നിന്റെ മക്കളല്ല, അവർ രാഘവന്റെ മക്കളാണ്. അവർക്ക് പോലും അറിയില്ല അവർക്കൊരു അമ്മയുണ്ടെന്നുള്ള കാര്യം പോലും. ജീവനോടെ ഇരിക്കുന്നെന്നും. പ്രിയയ്ക്കും ബുൾബുളിനും വേണ്ടി നീ എന്തുമാത്രം കണ്ണുനീരെ ഒലിപ്പിക്കുന്നത്. പക്ഷെ അമ്മേ, അവരെ ജനിപ്പിച്ച അമ്മയല്ലേ ഞാൻ. അമ്മ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് നീ എനിക്കറിയില്ല. സ്നേഹിക്കുന്നുണ്ട്, നീ ഒരു അമ്മയാണ്. ഞാനാണെങ്കിൽ ഒരു അമ്മയേ ആയിരുന്നില്ല. എന്താ എനിക്ക് ഓർമ്മ വരാറില്ലേ? നീ എന്താ മറന്നോ? രാഘവൻ എന്റെ ഏക സന്തതിയാണ്. അവൻ പോയതിനു ശേഷം എനിക്കും സഹിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ സ്വയം നിയന്ത്രിച്ചല്ലേ പറ്റൂ. നീയും അതുപോലെ ആകേണ്ടി വരും. പിന്നെ ഒരു കാര്യം, സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ അതിനുള്ള മരുന്നും എന്റെ കൈവശമുണ്ട്. പിന്നെ ഈ രോഗത്തിന്റെ മരുന്നാണ് ഇതാ കപ്സരം. സർല, നീ ഒരു ഔൺസ് കുടിക്കേ, നിന്റെ എല്ലാ വിഷമങ്ങളും വേദനകളും പോയിക്കൊള്ളൂ. ഈ രാത്രിയിൽ ഇതാരാ വന്നത്? ഞാൻ നോക്കാമേ. അമ്മ ഇത് അലമാരിലേക്ക് വെക്കോ? ആ. ആഹാ മോനെ, നീ രാത്രിയില് അബി, റോക്ക് സ്റ്റാർ, നിന്നെ ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. എന്താ അവിടെ നിൽക്കുന്ന? അകത്തോട്ട് വാ. ഈ രാത്രിയില് വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പ്രിയക്ക്? ഓ, അവിടെ ഒരു കുഴപ്പവുമില്ല. അവൻ വന്നതിന്റെ കാരണം അവന് നന്നായിട്ടറിയാം. വാ വാ വാ, ഞാൻ കഫ് സിറപ്പ് എടുത്തിട്ടുണ്ട്. കപ്പ് സിറപ്പൊക്കെ നമുക്ക് പിന്നെ കുടിക്കാം. അതിനു മുമ്പ് എനിക്ക് ആന്റിയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഓർമ്മയുണ്ടോ? ആന്റി എന്നോട് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു സെക്കൻഡ്. ഗേൾസ്, കം ഓൺ, കം ഇൻ. ദേ കണ്ടോ? അബി, ഈ പെൺകുട്ടികളാരാ? റോക്ക് സ്റ്റാർ മുത്തശ്ശി, ഇതാണ് പി, ഇതാണ് ജി. ഞാൻ ഉദ്ദേശിച്ചത് PG. ആന്റി എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ, ഇവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് പെൺകുട്ടികളെ കിട്ടുകയാണെങ്കിൽ ആന്റി അറിയിക്കണോന്ന്. ദേ ഇപ്പൊ ആന്റിയുടെ മുന്നിൽ തന്നെ PG. ആ ശരിയാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും രാത്രിയില് ഈ പെൺകുട്ടികളെ നിനക്ക് എവിടുന്നാ കിട്ടിയത്? അത് റോഡിന്നാ. ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് റോഡിൽ നിൽക്കുമായിരുന്നു അവർ. പിന്നെ മുംബൈയിൽ നിന്ന് വരുന്ന വഴി താമസിക്കാൻ സ്ഥലം അന്വേഷിക്കുമായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചു.